ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ഓറഞ്ച് തെച്ചി, അല്ലെങ്കിൽ ഒരു തരം എന്താ പറയുക കാവി കളർ പോലത്തേക്ക് തെച്ചി. ഇതിൻ്റെ ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട്. 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ മഴ ആയതുകൊണ്ട് ഒരു വേഗം എല്ലാവർക്കും പിടിച്ച് കയറും. അടുത്ത മഴയ്ക്ക് പറ്റിയ പ്ലാന്റ് വലുതായി വലിയ പൂക്കളൊക്കെ തരുമല്ലേ അടുത്ത വർഷത്തെ മഴയ്ക്ക് മുന്നേ. അപ്പോൾ ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് 60 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. വലിയ കെയറിംഗ് ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ പവിഴമല്ലി വെരിഗേഷൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട്. ഇതും ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റ്സ് തന്നെയാണ്. നമ്മുടെ പിങ്ക് തെച്ചിയുടെ തൈകൾ 60 രൂപയാണ് ഈ കാണുന്ന സൈസ്. നമ്മുടെ റെഡ് തെച്ചി, സൂചി തെച്ചി, ഇതും 60 രൂപയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഭംഗിയാണ് അല്ലേ. തെച്ചി പ്ലാന്റ്സിന് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മഴയത്തും വെയിലത്ത് നല്ലപോലെ പൂ തരും. ഇതൊക്കെ ഇന്ന് പോവേണ്ട സുന്ദരികളാണ്. മഴ ആയതുകൊണ്ട് ഞാൻ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചേക്കുക. മഴ ഒന്ന് തോർന്ന് നിൽക്കുവാണ്. പാക്കിങ്ങിന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത മഴ ഉരുണ്ട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം മഴ തോർന്നതേ ഉള്ളൂ. മുകളിലുള്ള വെള്ളമൊന്നും വാർന്നു പോയിട്ടില്ല. അടുത്ത നമ്മുടെ തെച്ചിയുടെ തന്നെ വെരിഗേഷൻ, എല്ലാവരും ആവശ്യപ്പെട്ട വെരിഗേഷൻ വൈറ്റ് തെച്ചിയാണ്. വൈറ്റ് ഫ്ലവേഴ്സ്, വലിയ പന്ത് പോലെ വൈറ്റ് ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പൂവിനേക്കാളും ഭംഗിയായിട്ട് ഇതിൻ്റെ ഇലയ്ക്ക്, കാരണം വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പോലെ സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. പൂവിനേക്കാളും ഭംഗിയായതുകൊണ്ട് തന്നെ നമ്മളെ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഓടി വായോ ഇതിനെ വാങ്ങിക്കൊണ്ട് പോകൂ. കഴിച്ചതൊന്നുമല്ല, ഞാനും ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഭംഗി കാരണം. അപ്പോൾ പൂവില്ലെങ്കിലും സുന്ദരിയായ ഇവൾക്കും 70 രൂപയാണ് റേറ്റ് വരുന്നത്. വലിയ തൈകളാണ്. ഇലയുടെ നിറങ്ങൾ കണ്ടോ, വല്ല ആരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഇലയുള്ള സുന്ദരിയാണ് ഇവൾ. അടുത്ത പ്ലാന്റ് നമ്മുടെ ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന സ്റ്റെമ്മോട് കൂടിയുള്ള തൈകൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ കാണുന്ന സെയിം സൈസാണ് കേട്ടോ. 60-ൻ്റെയും 70-ൻ്റെയും തൈകളുണ്ട്. 2 സൈസ് ഉണ്ട്. ഈ കാണുന്ന ബാമ്പു ചെടി 50 രൂപയാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ബാമ്പു ചെടി. സോങ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയും. ഇതും 50 രൂപയാണ്. വളരെ ലെക്കായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതേ സെയിം സൈസ് പ്ലാന്റ്സാണ് കൊടുക്കാനിരിക്കുന്നത്. ഇത് നമ്മുടെ പവിഴമല്ലി ഒരെണ്ണം നിലത്ത് വെച്ച് നോക്കിയതാണ്. മഴ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വളർന്ന് കയറി വരുന്നുണ്ട്. മഴയത്ത് മാറിക്കോ അവനെ കഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും അടിപൊളിയായിട്ട് തളിരിലയൊക്കെ വന്ന് ഉഷാറായി വളരുന്നുണ്ട്. അപ്പോൾ കട്ടിങ് ആവശ്യമില്ല അവർ പറയണം കേട്ടോ. പവിഴമല്ലിയുടെ അല്ല, നമ്മുടെ തുമ്പർജിയ വൈറ്റ്, ബ്രോട്ടിൽ ബ്രഷ്, നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോയുടെ ഹൈബ്രിഡ് ഇനം. ഇതിങ്ങനെ കുലുകുലിയായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. നാടൻ വെറൈറ്റിക്ക് ഇതെങ്ങനെ ഒരു ഇലയായിരിക്കും. സിംഗിൾ ഫ്ലവർ ആയിരിക്കും വരുന്നത്. പക്ഷേ ഹൈബ്രിഡ് ഇനങ്ങൾ കുലുകുലിയായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. അതിൻ്റെ ഇലയും വ്യത്യാസമാണ്. പൂ കാണാൻ ഒരുപോലെയാണ്, കളർ കോമ്പിനേഷനും സെയിം ആണ്. പക്ഷെ കുലുകുലിയായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. അപ്പോൾ കട്ടിങ്സ് ഒരുപാട് പേർക്കൊന്നും കൊടുക്കാനില്ല, കുറച്ചുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.